നടത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മൗനം തന്നെ ഞാൻ പറയുന്നതിന് ശരിവെക്കുകയാണ്. ഇത് കഴിഞ്ഞു പുറത്തൊരു ചോദ്യം ചോദിക്കാതെ ഇന്ന് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മന്റെ കാര്യം പറഞ്ഞു. ചാണ്ടി ഉമ്മനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തു പറയരുതായിരുന്നു പറഞ്ഞു. ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വളരെ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് നടത്തുന്നത്. താങ്കൾ ഇതിനെ അനുകൂലിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഒരു സൈബർ ആക്രമണം നടത്തില്ല. അത് ഏതെങ്കിലും പാർട്ടിക്കാരായിരിക്കും. കോൺഗ്രസ്സുകാരും ഞാൻ ചാണ്ടി ഒന്നും പറഞ്ഞതാണ്. ഞാൻ എനിക്കത് വിശ്വാസമില്ല. കാരണം അത് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എന്നോടും പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഉമ്മൻചാണ്ടിയോട് അത്രയും പാർട്ടി പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിനെതിരായി ഒരു കോൺഗ്രസ്സുകാരനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൈബർ ആക്രമണം നടത്തുമെന്ന് ഞാൻ കരുതുന്നു. എവിടുന്ന് പുറത്താക്കി? അന്ന് പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരോടൊക്കെ വളരെയധികം നന്നായി ഇടപെട്ടിരുന്നതാണ്. വിമർശനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പം തെറ്റായ ഒരു പ്രവണത കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരഭിപ്രായം പറഞ്ഞാലും അങ്ങനെ ആരെയും എതിർക്കുന്ന സമീപനമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ വിമർശിച്ചാൽ കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും. അതാണ് പിന്തുണച്ചതിന്റെ പേരിലാണ് എനിക്കതറിയില്ല. അങ്ങനെ ഒരു കാര്യം കാര്യമായി മീഡിയ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. ഇപ്പോഴും ന്യായീകരിക്കുന്ന വ്യവസായ മന്ത്രി അങ്ങ് സ്വകാര്യ കമ്പനികൾക്ക് കൂട്ടുനിൽക്കുകയാണ്. അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കുകയാണ്. എന്റെ കയ്യിൽ മറ്റൊരു രേഖയുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നോട്ടീസാണ്. ഈ കാർബറണ്ടം യൂണിവേഴ്സൽ കമ്പനികൾക്ക് ഇലക്ട്രിസിറ്റി വകുപ്പ് കൊടുത്ത നോട്ടീസാണ്. ആ നോട്ടീസിനകത്ത് പറയുന്നത് നിങ്ങൾ കരാർ എഗ്രിമെന്റുകൾ BOT എഗ്രിമെന്റുകൾ ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങൾ മറിച്ചു വിൽക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് മറിച്ചു വിൽക്കുന്നു കൂടിയ വിലയ്ക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്യാപ്റ്റീവ് പവർ നിങ്ങൾക്ക് വേണ്ടി വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. നിർമ്മാണ സംവിധാനം മുമ്പ് ഈ യൂണിവേഴ്സൽ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ഇവര് ഇപ്പോൾ ഈ ഉത്തരവ് 25 വർഷത്തേക്കൂടി നീട്ടി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഇവിടെ ഇറക്കുന്നു. ഇത് കേരളത്തിന്റെ താല്പര്യത്തിന് ഗുണകരമല്ല. വ്യവസായ മന്ത്രി പറയുന്ന ഇന്ത്യയിലുടനീളം ഇപ്പൊ ഇങ്ങനെ ആ വ്യവസായം നടത്താൻ ആളുകൾക്ക് ക്യാപ്റ്റീവ് പവർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഞങ്ങളാരും അതിനെതിരല്ല. ഞാനിവിടെ 30 EK നയനാരുടെ കാലത്ത് ഒപ്പിട്ട 1990 ഒപ്പിട്ട ഈ BOT കരാറിന്റെ കാലാവധി കഴിയുന്നു. ഇത്രയും കാലം 30 വർഷം ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവര് വൻതോതിലുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യം, വ്യവസായികൾ ചെയ്യട്ടെ. പക്ഷെ ഇനിയും വീണ്ടും നീട്ടിക്കൊടുക്കണമെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഉണ്ടാകണമായിരുന്നു. ഞാൻ പറയുന്ന നയനാരുടെ കാലത്ത് ഇങ്ങനൊന്ന് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കണം. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ചെറിയൊരു ആശ്വാസമായിട്ട് ഈ പദ്ധതി തിരിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ എഗ്രിമെന്റ് BOT അടിസ്ഥാനത്തിൽ ഈ ക്യാപ്റ്റീവ് പവർ ജനറേഷന് വേണ്ടി കൊടുത്തത് അതിന്റെ കാലാവധി കഴിഞ്ഞ രാജീവ്, കാലാവധി കഴിഞ്ഞു. മാത്രമല്ല ഈ 30 വർഷക്കാലം കേരളത്തിലെ ഈ വൈദ്യുതി പദ്ധതിയിൽ നിന്ന് അവർ വൻപിച്ച ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. അവർക്ക് തുടർന്നും കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇത് വാങ്ങാം. പക്ഷെ നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും അവർക്ക് ഈ സഹായം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്താണ്? വൈദ്യുതി ബോർഡ് എതിർക്കുന്നു, വൈദ്യുതി ബോർഡ് മന്ത്രി എതിർക്കുന്നു, വൈദ്യുതി സെക്രട്ടറി, ഊർജ വകുപ്പ് സെക്രട്ടറി എതിർക്കുന്നു. ആ എതിർപ്പുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എടുക്കുന്ന ഈ തീരുമാനം ഭാവിയിൽ കേരളത്തിന് ദോഷകരമാണ്. ഇപ്പോഴും അത് ദോഷകരമാണ്.
വൈദ്യുതി ബോർഡിന്റെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ പ്ലാന്റിന്റെ കാര്യത്തൊക്കെ ദേശീയ തലത്തിന്റെ കരാറുകൾ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനൊന്നും ഞാനെതിരല്ല. കേരളത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചില വൈദ്യുതി പദ്ധതികൾ ഞാൻ പറഞ്ഞ 12 എണ്ണം കൊടുത്തിട്ടുണ്ട്. ചിലതിനകത്ത് രാജീവ് പറയുന്നത് പോലെ വീണ്ടും ഈ കരാർ വേണേ പുതുക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ടാകാം. പക്ഷെ ഇതിനകത്തില്ല. ഇതിനകത്ത് അതില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? അപ്പോൾ അതിന്റെ പിന്നിലാണ് അഴിമതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും വായിക്കാതെ അല്ല. മിസ്റ്റർ രാജീവ് ഇത് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട്. നിലവിലെ ഈ സംസ്ഥാനത്തെ വൈദ്യുതി കുടുങ്ങിയതാണെന്നാണ് പറഞ്ഞത്. 100%. നിങ്ങൾ AK ബാലിനോട് ചോദിക്കും. AK ബാലിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ. ഹരിയാന മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 4 രൂപ 29 പൈസക്ക് 4 കമ്പനികളിൽ നിന്ന് ലോങ് ടൈം എഗ്രിമെന്റ് ഉണ്ടാക്കി 2040 വരെ ഈ 4 രൂപ 29 പൈസക്ക് നമുക്ക് വൈദ്യുതി കിട്ടുമായിരുന്നത് പ്രൊസീജിയർ ലാബ്സിന്റെ പേരിൽ മാറ്റി അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കേരളത്തിലെ വൈദ്യുതി രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് ആണ്. മാത്രമല്ല 4 രൂപ 29 പൈസക്ക് തന്നിരുന്ന ഈ കമ്പനികൾ തന്നെ ജിൻഡൽ കമ്പനി ഇപ്പം 14 രൂപയ്ക്കും 10 രൂപയ്ക്കും നമുക്ക് തരികയാണ്. എന്ത് അവധാനതയില്ലായ്മയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്? അതാണ് AK ബാലൻ പറഞ്ഞത്, തെറ്റായി പോയെന്ന് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് ഇത് ഈ കമ്മീഷൻ ഇലക്ട്രിസിറ്റി കമ്മീഷൻ തിരുത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ആക്ട് 108 സെക്ഷൻ 108 അനുസരിച്ച് അവര് തിരുത്തിയപ്പോ കമ്പനിക്കാർ കോടതിയിൽ പോയി, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ സെക്ഷൻ 108 അനുസരിച്ച് അപ്റ്റൽ എന്ന് പറയുന്ന കമ്മീഷന്റെ അപ്പെക്സ് ബോഡിയുടെ മുമ്പിൽ ആ കേസ് കിടക്കുകയാണ്. ആ കേസിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ ഇവിടെ 16 പൈസ ഇപ്പോഴും 1 മാസം കഴിയുമ്പോൾ ജനുവരി 1 മുതൽ 12 പൈസ നമ്മുടെ തലയിൽ കൂട്ടിയ ഗവൺമെന്റ് ആണ്. ഇത് നീട്ടിക്കൊടുക്കാൻ അധികാരമുള്ളതെന്ന് കാണിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായത് നീട്ടിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതുണ്ടാകാം. പക്ഷെ ഈ എഗ്രിമെന്റിൽ എവിടെയാണ് ഉള്ളത്? ഞാൻ ആ എഗ്രിമെന്റ് മുഴുവൻ പരിശോധിച്ചു. ഒരിടത്തും 30 വർഷം കഴിഞ്ഞ് ഇത് എഗ്രിമെന്റ് നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കമ്പനി തന്നെ ആവശ്യപ്പെടുന്നത് എന്താ? 2018-19 നടന്ന വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി, കോടികൾ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും നീട്ടി തരണം. ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാന്റെ കത്തുണ്ട്, നിങ്ങൾ വായിച്ചു നോക്ക്. ഈ ഇവർ പറയുന്ന ഒരു നാശനഷ്ടവും ഇലക്ട്രിസിറ്റി ബോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് രാജൻ ഖോബ്രയാൽ എന്ന് പറയുന്ന മുൻ ഇലക്ട്രിസിറ്റി ബോർഡിന് KSEB ചെയർമാൻ പറയുന്നത്. ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും വന്നില്ല ഇവർക്ക് വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമായി ഇത് ഈ കമ്പനിക്ക് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നത് അഴിമതി തന്നെയാണ്. ഞാൻ ആവർത്തിക്കുന്നു. അത് ആലോചിക്കും, കൂട്ടായിട്ട് ഞങ്ങൾ ആലോചിക്കും. ഇന്നലെ അതിനെപ്പറ്റി KPCC യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഈ കാര്യം വയനാട്ടിൽ വെച്ച് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 14 കമ്പനിയുടെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അടച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊക്കെയാണ് രാജ്യം. അങ്ങനെ ഒരു വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണോ? ഒരിക്കലും അത് കൂട്ടാൻ പോകുന്നില്ല. അവർക്ക് വൈദ്യുതി കേരളത്തിൽ തന്നെ വൈദ്യുതി കിട്ടും, കേരളത്തിന് വെളിയിൽ നിന്ന് വൈദ്യുതി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ പൊതിച്ചോറ് കിട്ടിയപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എടുത്ത് വിൽക്കുന്ന പോലെയാണ് ഇവർ ചെയ്തത്. എന്താ? ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി സ്വന്തം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കണമെന്നാണ് നിയമം. ഇവരെന്ത് ചെയ്യുന്നു? ഞാൻ അതിന്റെ ഉത്തരവാണ്, അതിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കംപ്ലൈന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. നിങ്ങൾക്ക് വായിക്കാം. ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി അവര് വലിയ വിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുന്നു. എന്നിട്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എടുത്ത്
അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു.